الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും തിരിച്ചറിഞ്ഞവരാണ്. അതിനാൽ പടച്ച റബ്ബിന്റെ മാർഗനിർദ്ദേശങ്ങൾ പഠിച്ചറിഞ്ഞ് ഇനി അറിയാത്തത് ചോദിച്ചറിഞ്ഞ് പിൻപറ്റുവാൻ ശ്രമിക്കും. എന്നാൽ ആ ഒരു സൗഭാഗ്യം അല്ലെങ്കിൽ തൗഫീഖ് കിട്ടാതെ പോയ ആളുകൾ കിണറ്റിലെ തവളയെപ്പോലെ അവരെന്തോ വലിയ സംഭവമാണ് എന്ന് അവർക്ക് ഒരുപക്ഷെ തോന്നുന്നുണ്ടാകും. വിവരക്കേടും അവിവേകവുമായിരിക്കും അവർ ചെയ്തു കൂട്ടുന്നത്. ഒരു സത്യവിശ്വാസി അത്തരം അവിവേകങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന കാര്യം ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഉണർത്തിയ സംഗതിയാണ്. അഥവാ ഒരു വിശ്വാസി വിവേകിയായിരിക്കും. അവിവേകപരമായ ഒന്നും അയാളിലൂടെ സംഭവിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അല്ലാമ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമുണ്ട്, അഖ്ബാറുൽ ഹംഖ, അഥവാ വിഡ്ഢികളെ കുറിച്ചുള്ള ചില വർത്തമാനങ്ങൾ. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഖാല ബഅ്ദുൽ ഹുകമാ
ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, യുഅറഫുൽ അഹ്മഖു ബിസിത്തി ഖിസാൽ, 6 കാര്യങ്ങളിലൂടെ വിഡ്ഢികൾ, അവിവേകികൾ ആരാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാണ്. അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ, വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചറിഞ്ഞാൽ ആ സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം, മാറ്റണം എന്നർത്ഥം. അല്ലെങ്കിൽ വിവേകിയായ വിശ്വാസി എന്നതിനപ്പുറം അവിവേകികളായി നമ്മൾ മാറിപ്പോകും. അതിലൊന്നാമതായി പറഞ്ഞത് അൽ ഗളബു മിൻ ഗൈരി ഷൈഇൻ, അനാവശ്യമായ കോപം, ദേഷ്യം പിടിക്കൽ. വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ കുരച്ചു ചാടുന്ന, ദേഷ്യപ്പെടുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ വിവേകികളല്ല എന്നാണ് അതിന്റെ അർത്ഥം. വിവേകിയായ ഒരു വിശ്വാസിക്ക് അത് ചേർന്നതല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശദീദു ബിസ്സുർഅ, ഒരാളെ മൽപിടുത്തത്തിൽ മലർത്തി അടിക്കുന്നവനല്ല ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ശരിയായ ശക്തിയുള്ളവൻ, ശക്തിമാൻ. ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുമ്പോൾ സെൽഫ് കൺട്രോൾ അഥവാ ആത്മനിയന്ത്രണത്തിന് സാധിക്കുന്ന ആളാണ് ഏറ്റവും വലിയ ശക്തൻ. സ്വന്തത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആൾക്ക് പിന്നെ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ട് എന്താ കാര്യം എന്നതുപോലെ. എന്നാൽ തീരെ ദേഷ്യപ്പെട്ടുകൂടാ എന്നതിന് അർത്ഥമില്ല. ന്യായമായതിന് ദേഷ്യപ്പെടേണ്ടിടത്ത് ദേഷ്യപ്പെടണം. ഏത് വൃത്തികേടുകളും തോന്നിവാസങ്ങളും നമ്മുടെ ഭാര്യ ചെയ്താൽ, അല്ലെങ്കിൽ മക്കൾ ചെയ്താൽ, നമ്മുടെ കൂട്ടുകാർ ചെയ്താൽ നിർവികാരരായി നോക്കി നിൽക്കണമെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സ്വഹാബത്ത് പറഞ്ഞത്, ഇഷ്തദ്ദ ഗളബുഹു വഹ്മറത് ഐനാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ശക്തമായി ദേഷ്യപ്പെടാറുണ്ട്, 2 കണ്ണുകളും ചുവന്ന് തുടുക്കാറുണ്ട്. വഅലാ സൗതുഹു, ആ പ്രവാചകന്റെ ശബ്ദം ഉയരുകയും ചെയ്യാറുണ്ട്. ഗൗരവപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ, തെറ്റുകൾ കാണുമ്പോൾ, അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച ആളുകൾ വിവരമില്ലാതെ അത് കളിതമാശയാക്കുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ പ്രതികരിച്ചത്, ഇടപെട്ടത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അനാവശ്യമായി സ്ഥാനത്തും അസ്ഥാനത്തും ദേഷ്യപ്പെടുക എന്നത് അത് വളരെ അപകടം പിടിച്ച സംഗതിയാണ്. ദേഷ്യപ്പെടൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കും. ഫൽ ഗളബു ജിമാഉ ശർ, എല്ലാ തിന്മകളുടെയും ഒരു സംഗമ ഭൂമിയായിരിക്കും അത്തരം ആളുകൾ. വമസ്ദറു കുല്ലി ബലിയ, അവരിലൂടെ ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അയാളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകും. എത്ര ബന്ധങ്ങളാണ് ആ ഒരു ദുസ്വഭാവത്തിലൂടെ തകർന്ന് തരിപ്പണമായി പോയത്. രക്തബന്ധങ്ങൾ പോലും മുറിഞ്ഞു പോയിട്ടുണ്ട്. അയാളുമായി ഇനി സംസാരിക്കുന്നില്ല, യാതൊരുവിധ ബന്ധവുമില്ലാതെ. കാരണം എന്ത് പറഞ്ഞാലും അയാൾ ദേഷ്യം പിടിക്കുന്ന പ്രകൃതമാണ് എന്ന് വരുമ്പോൾ അത്തരത്തിലുള്ള ആളുകളുമായി കൂട്ടുകൂടുവാനും ഇരിക്കുവാനും സൗഹൃദങ്ങൾ പങ്കുവെക്കുവാനും ഒന്നും ആർക്കും താല്പര്യമുണ്ടാവുകയില്ല. അങ്ങനെ ബന്ധങ്ങൾ ഉലഞ്ഞു പോകുന്ന, തകർന്നു പോകുന്ന, രക്തബന്ധങ്ങൾ പോലും മുറിഞ്ഞു പോകുന്ന, ശത്രുത വളർത്തുന്ന സംഗതികളാണ് അതിലൂടെ സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ പടച്ചറബിനോട് നമ്മൾ പൊറുക്കലിനെ തേടി അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ചെറിയ ദുആയാണ്. അല്ലാഹുവേ, എന്റെ ആകാരം നീ സൗന്ദര്യമുള്ളതാക്കി, ഭംഗിയുള്ളതാക്കി മാറ്റിയതുപോലെ എന്റെ സ്വഭാവത്തെയും നീ നല്ലതാക്കി തരണേ എന്നാണ്. അത് കണ്ണാടി നോക്കുമ്പോഴുള്ള പ്രത്യേക പ്രാർത്ഥനയാണ് എന്ന് പറയുന്നതിന് യാതൊരു പ്രബലമായ പ്രമാണങ്ങളുടെയും പിൻബലമില്ല. എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയത്, എന്റെ ആകാരം, എന്റെ സൗന്ദര്യം നീ നന്നാക്കിയതുപോലെ എന്റെ സ്വഭാവത്തെയും നീ നന്നാക്കി തരണേ എന്ന പ്രാർത്ഥന നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. ഈ ദേഷ്യപ്പെടുക എന്ന, അനാവശ്യമായി ദേഷ്യപ്പെടുക എന്ന സ്വഭാവമുണ്ടെങ്കിൽ എന്തെല്ലാം അവിവേകങ്ങൾ അതിലൂടെ സംഭവിക്കുമെന്നറിയോ? നമ്മൾ പറയാറുണ്ട്, കോപാന്ധത കൊണ്ട്, അഥവാ കോപം മനുഷ്യനെ കണ്ണ് കാണാത്തവനാക്കി കളയും. അപ്പൊ പിന്നെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്താണ് എന്നറിയാതെ പിന്നീട് കുറെ കഴിഞ്ഞതിന് ശേഷം ആ ദേഷ്യവും കോപവും എല്ലാം അടങ്ങിക്കഴിയുമ്പോൾ ഖേദിച്ചിട്ടും നിരാശപ്പെട്ടിട്ടും കാര്യമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റജുലൻ ഖാല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് നബിയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ ഔസിനി, എനിക്കൊരു ഉപദേശം നൽകണം, വസിയത്ത് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ലാ തഗ്ളബ്, നീ കോപിക്കരുത്, അനാവശ്യമായി അസ്ഥാനത്ത് നീ ദേഷ്യപ്പെടരുത്. ഫറദ്ദദ, അയാൾ വീണ്ടും ആവർത്തിച്ചു, നബിയെ എനിക്കൊരു ഉപദേശം നൽകണം, ഈ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന രീതിയിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ലാ തഗ്ളബ്,
നീ കോപിക്കരുത്. അപ്പോ ആ ഒരു സ്വഭാവം, അനാവശ്യമായി കോപിക്കുന്ന ഒരു പ്രകൃതത്തിലും സ്വഭാവത്തിലുമാണ് നമ്മളെങ്കിൽ നമ്മളെ ഹംക്ക് എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാമെന്നർത്ഥം. രണ്ടാമത്തെ ഒരു കാര്യം, ന്യായമല്ലാത്തതിൽ അഥവാ അനാവശ്യങ്ങളിൽ ചെലവ് ചെയ്യുക എന്നത്. അൽ ഇഅ്താഉ ഫീ ഗൈരി ഹഖ്ഖിൻ, ന്യായമായ കാര്യങ്ങളിലല്ലാതെ ചെലവഴിക്കുക, കൊടുക്കുക എന്ന് പറയുമ്പോൾ പ്രധാനമായും സമ്പത്ത് തന്നെ, ധനം. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പലതരം പിരിവുകളുമായി പലരും വരാറുണ്ട്. ചിലർ വരുന്ന ആളുകളെ നോക്കി അവരുടെ സ്റ്റാറ്റസ്, നമ്മളുമായിട്ടുള്ള ബന്ധമൊക്കെ നോക്കിയിട്ടായിരിക്കും അതിന് നമ്മൾ പൈസ കൊടുക്കുന്നത്. അവര് പറയുന്ന കാര്യം എന്താണ്, അത് വലിയ അർഹിക്കുന്ന ഗൗരവമുള്ള മാറ്ററാണോ എന്നൊന്നും ചിന്തിക്കാറില്ല. വേറെ ചില ആളുകൾ ആര് വന്നാലും പറയുന്ന കാര്യം എന്താണ്, നമ്മൾ ഇടപെടേണ്ട വിഷയമാണോ, ആ മാറ്റർ നോക്കിയിട്ട് പരിഗണിക്കുന്ന ആളുകൾ ഉണ്ടാകും. നമ്മുടെ നാടുകളിലൊക്കെ കളിയും വിനോദവും എന്ന് വേണ്ട ഹറാമുകൾക്ക് വരെയും പിരിക്കുവാനുമായി, നമ്മുടെ പൈസ വാങ്ങാനായി മാന്യന്മാരായി പല ആളുകളും വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, വന്നത് അറിയപ്പെടുന്ന സെലിബ്രിറ്റികളാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഒക്കെയുള്ള നേതാക്കന്മാരും സമ്പന്നരുമൊക്കെയാണ് എങ്കിൽ അവർക്കങ്ങ് കൊടുത്തേക്കും. എന്നാൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന ആളുകൾ, പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ, രോഗിയായ ആളുകൾക്ക് ചികിത്സ നൽകാൻ, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാൻ, അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക്, അതല്ലെങ്കിൽ ദീനീ സ്ഥാപനങ്ങൾക്ക് ദഅവത്തിന് വേണ്ടി, അങ്ങനെ നമുക്കൊക്കെ നന്മയാണ് എന്നറിയാവുന്ന, പരിഗണിക്കേണ്ടതാണ് എന്നറിയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാൻ വരുന്ന ആളുകൾ മറ്റേത് വന്നതുപോലെയുള്ള വലിയ പ്രസിദ്ധിയും അതേപോലെ ആളുകൾക്കിടയിൽ അംഗീകാരവും ഒക്കെയുള്ള VIP-കളൊന്നും ആയിക്കൊള്ളുന്നില്ല. അത്തരം ആളുകളെ നോക്കി ആ വിഷയത്തിന്റെ മെറിറ്റ് നമ്മൾ പരിഗണിക്കാതെ അവരെ ചിലപ്പോൾ ആട്ടിയകറ്റുന്ന സ്വഭാവമാണ് എങ്കിൽ അവിടെയും നമ്മൾ മനസ്സിലാക്കണം, ഹമാക്കത്താണ്, വിവരക്കേടാണ്, അവിവേകമാണ് നമ്മൾ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഒഴിവാക്കുന്ന രീതിയും പോരാ. വിഷയങ്ങൾക്കനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ ലില്ലാഹി വ അബ്ഗള ലില്ലാഹ്, ആരെങ്കിലും അല്ലാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുകയും പടച്ച റബ്ബിന് വേണ്ടി ദേഷ്യപ്പെടുകയും അല്ലെങ്കിൽ വെറുക്കുകയും ചെയ്താൽ, വഅഅ്താ ലില്ലാഹി വമനഅ ലില്ലാഹ്, അല്ലാഹുവിനെ മുൻനിർത്തി പടച്ച റബ്ബിന്റെ പേരിൽ കൊടുക്കുകയും അള്ളാഹുവിനെ ഓർത്ത് കൊടുക്കാതിരിക്കുകയും ചെയ്താൽ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അയാളുടെ ഈമാൻ പൂർണ്ണമായി എന്നാണ്. എങ്ങനെ? നമ്മൾ കൊടുക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും വെറുക്കുമ്പോഴും കൊടുക്കാതിരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ മാനദണ്ഡം എന്തായിരിക്കണം? അള്ളാഹുവിന്റെ സ്നേഹവും അള്ളാഹുവിന്റെ പൊരുത്തവുമായിരിക്കണം. സ്നേഹത്തിനും വെറുപ്പിനും അടുപ്പത്തിനും അകലത്തിനും ഒക്കെയുള്ള മാനദണ്ഡം റബ്ബ് എന്നെ ആ വിഷയത്തിൽ എങ്ങനെ വിലയിരുത്തും, എങ്ങനെ സ്വീകരിക്കും എന്നതായിരിക്കണം. മാ കാന മിൻ ഇൻഫാഖിൻ കസദഖത്തിൻ വഹദിയത്തിൻ ലാ യുരീദു ബിഹാ ഇല്ലാ വജ്ഹല്ലാഹി അസ്സ വജല്ല. ഒരാൾക്കൊരു പാരിതോഷികം ഹദിയയായി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സദഖയായി കൊടുക്കുന്നു, അങ്ങനെ എന്തും അതിലൂടെ നമ്മുടെ നിയ്യത്ത്, ഉദ്ദേശം എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ പടച്ച റബ്ബിന്റെ വജ്ഹ് ഉദ്ദേശിക്കുക എന്നതായിരിക്കണം. ഫയുഅതി ഫീ മർളാത്തില്ലാഹി മൻ യുഹിബ്ബുഹുമുല്ലാഹു വയുഹിബ്ബൂനല്ലാഹ്. അല്ലാഹ് ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ അത്തരം ആളുകൾ ചെലവഴിക്കും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുഖത്ത് മഹബ്ബതി ലില്ലദീന യതബാദലൂന മിൻ അജ്ലി. ഒരു ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്ന ഹദീസ്, ഹുഖത്ത് മഹബ്ബതി, എന്റെ സ്നേഹം ഹക്കായി അനിവാര്യമായിരിക്കുന്നു, ലില്ലദീന യതബാദലൂന മിൻ അജ്ലി, എന്നെ മുൻനിർത്തി ഞാൻ കാരണത്താൽ പരസ്പരം ചെലവഴിക്കുന്ന ആളുകൾക്ക്, കൊടുക്കുന്ന ആളുകൾക്ക് എന്റെ ഇഷ്ടം അനിവാര്യമായിരിക്കുന്നു, നിർബന്ധമായിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് കൊടുക്കുമ്പോഴും വമനഅ ലില്ലാ, തടയുമ്പോഴും, ഐ അംസക വംതനഅ അൻ ഇൻഫാഖി മാലിഹി, ധനം ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുകയില്ല, അയാൾ തടയുന്നു അല്ലെങ്കിൽ വിസമ്മതിക്കുന്നു, ഫീ ഗൈരി മാ അമറ ബിഹില്ലാ, അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, ഹറാമുകൾക്ക് വേണ്ടിയാണ്, തോന്നിവാസത്തിന് വേണ്ടിയാണ് അത് ചോദിക്കാൻ വന്നത്, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അതിനോട് നിസ്സഹകരിക്കുവാനുള്ള മനസ്സ്. വകാന ഇഅ്താഹുഹു വഇംസാകുഹു ത്വലബൻ ലിരിദല്ലാഹി വലൈസ ലിഹവൻ ഫീ നഫ്സിഹി, കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും തന്റെ ദേഹേച്ഛയോ അല്ലെങ്കിൽ വേറെ വല്ല താല്പര്യങ്ങളോ അല്ല,
മറിച്ച് പടച്ച റബ്ബിന്റെ റിള, തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് കൊടുക്കുന്ന ആളുകൾ. അതാണ് വിവേകശാലികളായ വിശ്വാസികളുടെ പ്രത്യേകത. അതല്ലാതെ അനാവശ്യമായ കാര്യങ്ങൾക്ക് സമ്പത്ത് ചെലവഴിക്കുക, ചോദിക്കുന്നവർക്ക് കൊടുക്കുക എന്നുള്ളത് അവിവേകിയുടെ, വിവേകമില്ലാത്തവന്റെ സ്വഭാവമാണ് എന്നാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഇബാദുർ റഹ്മാനിന്റെ ക്വാളിറ്റി പറഞ്ഞപ്പോൾ ധനം ചെലവഴിക്കുന്ന വിഷയത്തിൽ അള്ളാഹ് പറഞ്ഞു, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. സത്യവിശ്വാസികളായ ഇബാദുർ റഹ്മാൻ അവർ ചെലവഴിക്കുമ്പോൾ അമിതവ്യയം ചെയ്തുകൊണ്ട്, ധാരാളിത്തം കാണിച്ചുകൊണ്ട്, ലാവിഷായി അനാവശ്യമായി ചെലവഴിക്കുകയില്ല. വലം യഖ്തുറൂ, പിശുക്ക് കാണിക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമ, അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു മിഡിലായിട്ടുള്ള അവസ്ഥയായിരിക്കും അവർക്കുണ്ടാവുക. പിശുക്കും ധൂർത്തും ബുദ്ധിയും വിവേകവുമുള്ളവരുടെ ലക്ഷണങ്ങളല്ല എന്നർത്ഥം. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത് വൽ കലാമു മിൻ ഗൈരി മൻഫഅ, ഉപകാരമില്ലാത്ത സംസാരങ്ങൾ പറയുന്നതും മാത്രമല്ല അത്തരം സംസാരങ്ങൾ കേൾക്കുന്നതും. നമുക്ക് ദീനിയായും ദുനിയവിയായും അതുകൊണ്ട് ഖൈറില്ല, ഉപകാരമില്ല, സമയനഷ്ടമാണ്, നമ്മുടെ ദീനിനും ഈമാനിനും പരിക്കേൽപ്പിക്കുന്ന സംഗതിയാണ്. നാവും ചുണ്ടും നന്മയിൽ വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആർ അല്ലാഹുവിലും അവന്റെ റസൂലിലും അതേപോലെ തന്നെ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ, ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, സംസാരിക്കുകയാണെങ്കിൽ നല്ലത് പറയാം, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും എത്ര വാക്കുകൾ സംസാരിക്കുന്നുണ്ടാകും? ആ സംസാരിക്കുന്ന വാക്കുകളും വിനിയോഗിച്ച സമയവും എല്ലാം ഏത് ഗണത്തിലാണ് വരിക? അത് ഖൈറായിട്ടാണോ ഷർറായിട്ടാണോ വരിക എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഖുർആൻ പറഞ്ഞത് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നമ്മൾ ഉരുവിടുന്ന ഓരോ വാക്കും അത് അല്ലാഹു സൂക്ഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. റഖീബുൻ അതീദ്, അവിടെ മലക്കുകളുടെ പേരായിട്ടല്ല ആ ആയത്തിൽ പറഞ്ഞത്. സൂറത്ത് ഖാഫിലെ 18-ാമത്തെ ആയത്ത്. എല്ലാം ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുന്ന പടച്ചറബ് അത് എഴുതി രേഖപ്പെടുത്താൻ മലക്കുകളെ ഏർപ്പെടുത്തിയിട്ടുള്ളത് വേറെ കാര്യം. പക്ഷേ ആ ഒരു ബോധത്തോടുകൂടി നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അത് റെക്കോർഡായി, രേഖയായി വരുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് വേണം നമുക്ക് നമ്മുടെ സംസാരശേഷി വിനിയോഗിക്കാൻ. അതല്ലാതെ ഗീബത്തും നമീമത്തും കളവും വൃത്തികേടുകളും ഒക്കെ പറയാൻ അള്ള തന്ന നാവും ചുണ്ടും നമ്മൾ വിനിയോഗിക്കുകയാണെങ്കിൽ അത് വലിയ ശാപമായിരിക്കും, വലിയ സമ്പാദ്യമായി വരുന്നത് നാശവും നഷ്ടവും ആയിരിക്കുമെന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതാണ് മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, നമ്മൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പടച്ചറബ് നമ്മൾ പിടികൂടുമോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് കൊടുത്ത മറുപടി നമ്മൾ കേട്ടിട്ടുള്ള സംഗതിയാണ് ഹദീസിൽ. വഹൽ യഖുബ്ബുൻ നാസ അലാ വുജൂഹിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, അല്ലയോ മുആദ്, മനുഷ്യന്മാരിൽ മഹാഭൂരിഭാഗത്തെയും മുഖം കുത്തുന്നവരായി നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്ന അവസ്ഥയിൽ എത്തിക്കുന്നത് ഇല്ലാ ഹസായിദു അൽസിനതിഹിം, അവരുടെ നാവുകൾ സമ്പാദിച്ചു കൂട്ടിയതല്ലേ, അതല്ലാത്തതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നാവ് ദിക്ർ ചൊല്ലാൻ, അതേപോലെ ദുആ ഇറക്കാൻ, ഖുർആൻ ഓതാൻ, നല്ലത് പറയാൻ, ഇങ്ങനെ നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട നാവും ചുണ്ടും വൃത്തികേടുകൾക്ക് വേണ്ടി, അനാവശ്യങ്ങൾക്ക് വേണ്ടി, ഹറാമുകൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ നാവ് കൊണ്ട്, സംസാരശേഷി കൊണ്ട് നരകത്തിലേക്കുള്ള ഇന്ധനം നമ്മൾ ശേഖരിക്കുകയാണ്, വിറക് കൊള്ളികളായി മാറാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിവേകശാലിയായ ഒരു വിശ്വാസി പടച്ചറബ് നൽകിയ ഏത് നിഅമത്തും നാശത്തിന് വേണ്ടി അല്ല ഉപയോഗിക്കേണ്ടത്, കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുവാൻ സാധിക്കണം. നാലാമത്തെ അവിവേകത്തിന്റെ നാലാമത്തെ ലക്ഷണമായി പറഞ്ഞത് വസ്സിഖതു ബികുല്ലി അഹദ്, എല്ലാവരെയും വിശ്വസിക്കുക എന്നതാണ്. ശത്രു ആരാണ് മിത്രമാരാണ് എന്നറിയാതെ എല്ലാവരെയും വിശ്വസിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു നടക്കുന്ന ഏർപ്പാട് വിവേകമുള്ള വിവേകശാലിയായ ആളുകൾക്ക് ചേർന്നതല്ല. അയാൾ ചിലപ്പോൾ തന്റെ രഹസ്യങ്ങൾ, തന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, തന്റെ ഏറ്റവും സ്വകാര്യമായ കാര്യങ്ങളടക്കം കാണുന്നവരോടൊക്കെ പറയും. കാരണം
ഈ സാധു വിചാരിച്ചത് അവരൊക്കെ വിശ്വസ്തന്മാരാണ് എന്ന്. അതിലൂടെ വരുന്ന അനർത്ഥങ്ങളും അപകടങ്ങളും എത്രയാണ് എന്ന് ചോദിച്ചാൽ പിന്നെ ചിലപ്പോൾ കുടുംബ ബന്ധങ്ങൾ തകരാൻ തന്നെ അത് മതിയാകും. വിവേകമുള്ളവർ തിരിച്ചറിയും, പറയേണ്ടതും പറയേണ്ടതാത്തതും തിരിച്ചറിയും. ആരോടൊക്കെ പറയാം, ആരോട് പറയാൻ പാടില്ല എന്നുള്ള കാര്യം തിരിച്ചറിയും വിവേകിയായ വിശ്വാസി. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ആരെങ്കിലും നമ്മളോട് അയാളുടെ വല്ല രഹസ്യങ്ങളും സങ്കടങ്ങളും പറഞ്ഞാൽ അത് ആരോട് നിങ്ങൾ പറയരുതട്ടോ എന്ന് പ്രത്യേകം പറയാതെ തന്നെ, അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെ പറയാതിരിക്കണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉപദേശം. ഇദാ ഹദ്ദസ അർ-റജുലു ബിൽ ഹദീസ്, ഒരാൾ നിങ്ങളോടൊരു കാര്യം സംസാരിച്ചു എന്നിരിക്കട്ടെ, സുമ്മൽ തഫത, പക്ഷെ അത് പറയുമ്പോൾ അയാൾ തിരിഞ്ഞും മറഞ്ഞും നോക്കുന്നുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? നിങ്ങളോട് ഞാൻ സ്വകാര്യമായി പറഞ്ഞു തരുന്നതാണ് എന്ന് ബുദ്ധിയും ബോധവുമുള്ള ആളുകൾക്ക് അറിയാവുന്ന രീതിയിൽ വേറൊരാളും കേൾക്കാതെ സ്വകാര്യമായിട്ടാണ് അത് പറയുന്നതെങ്കിൽ ഫഹിയ അമാന, അത് നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച സ്വത്തുപോലെ സൂക്ഷിക്കേണ്ട സംഗതിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, എന്റെ ഒരു രഹസ്യം, എന്റെ ഒരു സ്വകാര്യം പറയാൻ പറ്റിയ ആളാണോ അയാളെന്ന്. അങ്ങനെ വിശ്വസ്തരും അതേപോലെ തന്നെ മിത്രങ്ങളും ശത്രുവും വഞ്ചകനും ആരൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. നമ്മളോട് ആരെങ്കിലും വിവേകത്തോടോ അവിവേകത്തോടോ അത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ അത് രഹസ്യമായി സൂക്ഷിക്കുവാനും പറയേണ്ട സന്ദർഭത്തിൽ മാത്രം, പറയേണ്ടിടത്ത് മാത്രം, പറയേണ്ടവരോട് മാത്രം പറയാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. അതേപോലെ അഞ്ചാമതായി പറഞ്ഞത് തോന്നിയതൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഖേദിക്കുക എന്നത്. വയതകല്ലബു ബിമാ യഖ്തുറു അലാ ഖൽബിഹി ബിലാ തദബ്ബുർ, ഒരു ആലോചനയുമില്ലാതെ മനസ്സിൽ തോന്നിയതൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ, അത് വിവേകശാലികളുടെ സ്വഭാവമല്ല, അവിവേകികളുടെ ലക്ഷണമാണ് എന്ന് പലതവണ ആലോചിക്കണം. ഇക്കാലത്ത് പ്രത്യേകിച്ചും, കാരണം സ്വകാര്യ സംഭാഷണങ്ങൾ വരെ റെക്കോർഡായി പറന്ന് നടക്കുന്ന, പ്രചരിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. ഞാൻ അയാളോട് സ്വകാര്യം പറഞ്ഞതാണല്ലോ, വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ അടച്ചിട്ടൊരു റൂമിൽ വെച്ചായിരുന്നു സംസാരിച്ചത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുവെ പറയാറുള്ളത് പോലെ രഹസ്യം എന്നുള്ള ഒന്നില്ല. അതുകൊണ്ട് തന്നെ സ്വകാര്യ സംഭാഷണങ്ങളാണെങ്കിലും അത് പ്രചരിക്കും എന്നുള്ള ബോധത്തോടുകൂടി പിന്നീട് നമ്മൾ ഖേദിച്ചിട്ട് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അങ്ങനെയൊന്നും ഞാൻ കരുതിയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സലഫുസ്സാലിഹ്യങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അൻസിഫ്, അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാൻ, അൻസിഫ് ഉദ്നൈക, നിന്റെ കാതുകളോട് നിനക്ക് നീതി പാലിക്കാൻ സാധിക്കണം. മിൻ ഫീക്, നിന്റെ നാവിനേക്കാൾ, നിന്റെ വായേക്കാൾ. കാരണം വഇന്നമാ ജുഇല ലക ഉദ്നാനി, അല്ലാഹു നിനക്ക് രണ്ട് കാതുകൾ നൽകിയിട്ടുണ്ട്. വഫമുൻ വാഹിദ്, വായ ഒന്നേ തന്നിട്ടുള്ളൂ. ലിതസ്മഅ അക്സറ മിമ്മാ തതകല്ലം, അതിനെന്താണ് എന്ന് ചോദിച്ചാൽ ഈ നാവ് കൊണ്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ വേണ്ടി രണ്ട് കാതുണ്ട്. അത് കേട്ട് കുറെ നീ കേൾക്കുന്നവനാകണം, എന്നിട്ട് അത്യാവശ്യം നീ സംസാരിക്കുന്നവനുമാകണം. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കാനു യഖൂലൂൻ, താബിഈ പണ്ഡിതനാണ്. അപ്പോൾ അദ്ദേഹം പറയുമ്പോ സ്വാഭാവികമായും സ്വഹാബികൾ, മുൻഗാമികളായ പണ്ഡിതന്മാർ പറയുമായിരുന്നു, ഇന്ന ലിസാനൽ മുഅ്മിനി വറാഅ ഖൽബി, വിശ്വാസിയുടെ നാവ് അയാളുടെ ഹൃദയത്തിന്റെ ബാക്കിലായിരിക്കും, പിന്നിലായിരിക്കും. فإذا أراد أن يتكلم بشيء تدبره بقلبه ثم أمضى. അതുകൊണ്ട് വിശ്വാസി ഒരു കാര്യം സംസാരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ തന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ച് ആലോചിച്ച് പറയേണ്ടതാണോ പറയാൻ പാടില്ലാത്തതാണോ, ആരോട് പറയണം, ഇങ്ങനെ ആലോചിച്ച് പറയേണ്ടതാണെങ്കിൽ പറയും. വഇന്ന ലിസാനൽ മുനാഫിഖി അമാമ ഖൽബിഹി, എന്നാൽ മുനാഫിക്കിന്റെ, കപടവിശ്വാസിയുടേത് നേരെ തിരിച്ചാണ്. അയാളുടെ ഹൃദയത്തിന്റെ, ബുദ്ധിയുടെ അതിന്റെയൊക്കെ മുമ്പിൽ അയാളുടെ നാവുണ്ടാകും. അയാൾ വല്ലാതെ വാചാലമായി സംസാരിക്കും. ഫഇദാ ഹമ്മ ബിശൈഇൻ അംലാഹു ബിലിസാനി, അയാൾ ഉദ്ദേശിച്ചതൊക്കെ പറയും. വലം യതദബ്ബറുഹു ബിഖൽബിഹി, അയാൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്യുകയില്ല എന്ന്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൽ ഫുർഖാനിലെ 63-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇബാദുർ റഹ്മാനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞതും ആ കാര്യമാണ്. അല്ലദീന യംശൂന അലൽ അർളി ഹൗന, ഭൂമിയിലൂടെ വിനയാന്വിതരായി നടക്കുന്ന ആളുകളാണവർ. വഇദാ ഖാത്തബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ,
അവരോട് അവിവേകികൾ വല്ലതും സംസാരിച്ചാൽ അവർ സുരക്ഷിതമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യും എന്നാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവർ وَإِذَا خَاطَبَهُمُ الْجَاهِلُونَ قَالُوا سَلَامًا أي إذا صفح عليهم الجهال بالسيء. അവിവേകികളായ വിവരദോഷികളായ ആളുകൾ ആരെങ്കിലും വല്ല തിന്മയും മോശമായ രീതിയിലും അയാളോട് അവിവേകമായി പെരുമാറിയാൽ ലം യുഖാബിലൂഹും അലൈഹി ബിമിസ്ലി, അതുപോലെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ അയാൾ നിൽക്കുകയില്ല. ബൽ യഅഫൂന വയസ്ഫഹൂൻ, മറിച്ച് അയാൾ അതിനെ അവഗണിച്ച് അത് വിട്ടുവീഴ്ച ചെയ്ത് മാപ്പാക്കി അത് കണ്ടില്ല എന്ന രീതിയിൽ അയാൾ പോകും. വലാ യഖൂലൂന ഇല്ലാ ഖൈറ, നല്ലതല്ലാതെ അവർ പറയുകയില്ല. കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അങ്ങനെയായിരുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മളോട് ആളുകൾ എന്ത് പറഞ്ഞാലും നമ്മൾ തിരിച്ചു പറയുമ്പോൾ ആലോചിച്ചിട്ട് വേണം, പലവട്ടം ആലോചിച്ചിട്ട് വേണം പറയാൻ. ഇല്ലെങ്കിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് പിന്നീട് ഖേദിക്കുക എന്നത് വിവേകശാലിയുടെ ലക്ഷണമല്ല. ആറാമത്തെ കാര്യം, താൻ ഏറ്റവും വലിയ ബുദ്ധിമാനാണ് എന്നുള്ള തോന്നൽ, ആ ഒരു വിചാരം. അങ്ങനെയാകുമ്പോൾ മറ്റാരുടെയും വാക്കുകൾ അയാൾ പരിഗണിക്കുകയില്ല. ബാക്കി എല്ലാവരും ബോധമില്ലാത്ത, അറിവില്ലാത്തവർ, ഞാൻ വലിയ ആള്, ഐ ആം ഓക്കെ, അവരൊക്കെ നോട്ട് ഓക്കെ എന്ന് പറയുന്ന രീതിയിൽ വയതവഹമു അന്നഹു അഅഖലുൻ നാസ്, ഏറ്റവും വലിയ അക്കലുള്ള ബുദ്ധിമാനായ ആള് താനാണ് എന്ന് എപ്പോ നമുക്ക് തോന്നുന്നോ അപ്പോ നമ്മുടെ വിവേകം നഷ്ടപ്പെട്ടു, അവിവേകിയായി മാറി എന്നാണ് അതിന്റെ അർത്ഥം. അബൂ ഹാത്തിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അലാമത്തുൽ ഹുംഖി സുർഅത്തുൽ ജവാബ് വതർകുത് തസബ്ബുത്, ചോദിച്ചതിനൊക്കെ പെട്ടെന്ന് ആൻസർ പറയുക എന്നത് അവിവേകത്തിന്റെ, അറിവില്ലായ്മയുടെ ലക്ഷണമാണ്. വതർകുത് തസബ്ബുത്, കാര്യങ്ങൾ സ്ഥിരീകരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും കേൾക്കുമ്പോഴേക്കും, കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും അതിന്റെ കുട്ടിയെ കഴുത്തിൽ കയറിടാൻ വേണ്ടി കയറുമായി പിന്നാലെ പായുന്ന ആള് എത്രമാത്രം അവിവേകിയാണോ അതുപോലെയാണ് ഉടനെ തന്നെ പെട്ടെന്നുള്ള പ്രതികരണം, അത് വേണ്ട എന്നാണ്. അതിനേക്കാളൊക്കെ വലിയ ഒരു ഹമാക്കത്തിനെ സംബന്ധിച്ച്, അവിവേകത്തെ സംബന്ധിച്ച് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന അദ്ദേഹം തന്റെ സദസ്സിൽ വിദ്യാർത്ഥികളോട്, തന്റെ കൂട്ടുകാരോട് ചോദിക്കുകയാണ്, അഖ്ബിറൂനി ബി അഹ്മഖിൻ നാസ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഹമുക്ക്, വിവരദോഷി, വിഡ്ഢി ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ, നിങ്ങളൊന്ന് പറഞ്ഞു തരോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, റജുലുൻ ബാഅ ആഖിറതഹു ബിദുനിയാഹു, തന്റെ ദുനിയാവിന് പകരം ആഖിറത്തെ വിറ്റുകളഞ്ഞാൽ, ആഖിറം നഷ്ടപ്പെടുത്തി ദുനിയാവ് സമ്പാദിക്കുന്നവൻ എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബി അഹ്മഖ മിൻഹു, അയാളേക്കാൾ ഹമുക്കായ ഒരാളെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖാലൂ ബല, അവർ പറഞ്ഞു പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ആ വാക്കുകൾ നമ്മൾ ആലോചിക്കണം, ആ സ്വഭാവം നമുക്കുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തണം. അദ്ദേഹം പറഞ്ഞത്, റജുലുൻ ബാഅ ആഖിറതഹു ബിദുനിയാ ഗൈരിഹി, മറ്റുള്ളവരുടെ ദുനിയാവിന് വേണ്ടി തന്റെ ആഖിറം വിൽക്കുന്ന ആളുകളുണ്ട്. മുതലാളിക്ക് സമ്പത്തുണ്ടാകാൻ വേണ്ടി അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന, കളവ് പറയുന്ന, അതേപോലെ തിന്മകൾക്ക് കൂട്ടുനിൽക്കുന്ന ആളുകൾ. മുതലാളി ചിലപ്പോൾ ദുനിയാവ് ഉണ്ടാക്കുന്നുണ്ടാവും അയാളെ കൊണ്ട്, പക്ഷെ ഇവനോ അവന്റെ ആഖിറവും വിറ്റ് തുലക്കുകയാണ്. ഇതുപോലത്തെ ഹമുക്കുകൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി ഒരു വിവേകശാലിയായ വിശ്വാസി പുലർത്തേണ്ട ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുക. റഹ്മാനായ റബ്ബ് വിവേകത്തോടുകൂടി ജീവിച്ച് പടച്ച റബ്ബിന്റെ പൊരുത്തം നേടി ജന്നാത്തുൽ ഫിർദൗസിൽ സമ്മേളിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ
ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ ഖുതുബയിൽ പറയാമെന്ന് പറഞ്ഞു വെച്ചത്. നിസ്കാരത്തിൽ നമ്മുടെയും മറ്റുള്ളവരുടെയും ശ്രദ്ധ തെറ്റിക്കുന്ന, അഥവാ നിസ്കാരത്തിന്റെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഖുശൂ നഷ്ടപ്പെടുത്തുന്ന ഒന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നമ്മുടെ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ പള്ളിയാണെങ്കിലും ഒക്കെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുന്ന അലങ്കാര വസ്തുക്കൾ അത് ആളുകളെ ശ്രദ്ധ തെറ്റിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരാൾ കൊടുത്ത ഒരു അലങ്കാര വസ്ത്രം നല്ല ചിത്രങ്ങളും അല്ലെങ്കിൽ വരകളും ഒക്കെയുള്ള ഒരു വസ്ത്രമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇട്ട് നോക്കി നിസ്കരിക്കാൻ നിന്നു. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലും ശ്രദ്ധയെ അത് തെറ്റിച്ചു എന്നിട്ട് പറഞ്ഞു, ഇദ്ഹബു ബിഹാദിഹിൽ ഖമീസ, ഈ വസ്ത്രം നിങ്ങൾ എടുത്തു മാറ്റുക എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നഹാ അൽഹത്നി ആനിഫൻ ഫീ സ്വലാത്തി, എന്റെ നിസ്കാരത്തിൽ എനിക്കൊരു കോൺസെൻട്രേഷൻ, ഒരു ഏകാഗ്രത അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു, അതുകൊണ്ട് ഈ വസ്ത്രം എനിക്ക് വേണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത്, ഫീ ഹാദൽ ഹദീസി ഈദാനുൻ ബിഅന്ന ലിസ്സുവരി വൽ അഷ്യാ അല്ലാഹിറ തഅസീറൻ ഫിൽ ഖുലൂബ്, പ്രകടമായ പല സംഗതികൾക്കും, ചിത്രങ്ങളാകാം അതല്ലെങ്കിൽ അലങ്കാര വസ്തുക്കളാകാം, അതിനൊക്കെ ഫിൽ ഖുലൂബി ത്വാഹിറതി വൻ നുഫൂസി സക്കിയ, നല്ല മനുഷ്യന്മാരുടെ മനസ്സിലും ഹൃദയത്തിലും അടക്കം സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ആ അസ്വസ്ഥതയുണ്ടായി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എത്ര കണ്ട് ജാഗ്രത പാലിക്കണം. നമ്മൾ നിസ്കരിക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ, അഥവാ ഫർളുകളിൽ മാത്രം നോക്കിയാൽ സുന്നത്തുകൾ വളരെ കുറച്ചേ നമുക്കുള്ളൂ. ഇത് കേട് തീർത്ത് നമുക്ക് അവിടെ കിട്ടണമെങ്കിൽ പരിക്ക് പറ്റാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ്. അതേപോലെയാണ് ജമാഅത്തായി നമസ്കരിക്കുമ്പോഴൊക്കെ പലപ്പോഴും നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ അത് റിംഗ് ടോൺ ഒന്ന് സൈലന്റ് ആക്കാനെങ്കിലും ശ്രദ്ധിക്കാതെ, സ്വിച്ച് ഓഫ് ആക്കണം അല്ലെങ്കിൽ സൈലന്റ് മോഡിലെങ്കിലും ആക്കാതെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അതിങ്ങനെ അടിച്ച് അവസാനം വരെ അടിച്ചുകൊണ്ടിരുന്നാലും നിസ്കാരത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാത്ത രീതിയിൽ മറ്റുള്ളവരെ അത് പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്ന പരിഗണന പോലും ഇല്ലാതെ നിസ്കരിക്കുന്ന ആളുകൾ, അയാളുടെ നിസ്കാരം കൊള്ളാവും, മറ്റുള്ളവരുടെ നിസ്കാരം കൊള്ളാവും. ഇനി മറന്നുപോയിട്ടാണ്, സൈലന്റ് ആക്കാൻ മറന്നുപോയി, പള്ളിയിൽ കയറുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുന്ന ആളായിരിക്കും, പക്ഷെ അത് ശ്രദ്ധിക്കാതെ അങ്ങനെ വെച്ച് അടിക്കുന്നത് കണ്ടാൽ നമുക്ക് ഫോൺ ഒന്നെടുത്ത് സൈലന്റ് ആക്കാൻ, സ്വിച്ച് ഓഫ് ചെയ്യാൻ യാതൊരു കുഴപ്പമില്ല. അപ്പൊ വലിയ ഭക്തിയാണ്, നിസ്കാരം ബാത്തിലാകോ, അനക്കം കൂടോ, ഇതൊക്കെ മസാലകൾ കുറെ വരും. പക്ഷേ മറ്റുള്ളവരുടെ നിസ്കാരം ഫിത്നയിലാക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ഫിത്നയെ സംബന്ധിച്ച് ഒരു പേടിയും വിചാരവുമില്ല എന്നുള്ളത് വലിയ അപരാധമാണ്. അതേപോലെ സഹോദരങ്ങൾ, നമ്മുടെ പള്ളിയിലേക്ക് വരുമ്പോൾ പാർക്കിങ്ങിന് വേണ്ടി പ്രത്യേകം ഉണർത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പലരും പറയാറുണ്ട്. ആദ്യം വരുന്ന ആളുകൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് വരുന്ന ആളുകൾക്ക് പാർക്കിംഗ് അസൗകര്യമായിരിക്കും, നമുക്ക് പരിമിതമായ സ്ഥല സൗകര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഇനി അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് നന്മകൾ മാത്രം നൽകി മുന്നേറുവാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ ഒരു കാര്യം പ്രത്യേകമായി നമ്മുടെ പ്രത്യേക സവിശേഷ സാഹചര്യത്തിൽ ഉണർത്തുവാനുള്ള കാര്യം, നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും, രാജ്യവ്യാപകമായി കേന്ദ്രം നടപ്പിലാക്കുന്ന SIR എന്ന് പറയുന്ന സംഗതി, അഥവാ നമ്മുടെയൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു എന്ന് നമ്മൾ ആശ്വസിക്കുന്നുണ്ടാകും. നോട്ട് നിരോധിച്ചതുപോലെ ഒരൊറ്റ സമയത്തൊറ്റ പ്രഭാതത്തിൽ നമ്മളൊക്കെ എയറിൽ നിൽക്കുന്ന പോലെയാണ്. അതുകൊണ്ട് പ്രായപൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ടവകാശം എന്നത് ഈ നാട്ടിൽ ജീവിക്കുന്ന കാലമത്രയും ഇതിന്റെ ഏറ്റവും വലിയ അവകാശവും ആധികാരികവുമായ നമ്മുടെ ഒരു ഇടപെടലിനുള്ള അവസരവുമാണ്. അതുകൊണ്ട് നമ്മളും നമ്മുടെ മക്കളും പ്രത്യേകിച്ച് വിദേശത്തൊക്കെയുള്ള നമ്മുടെ ബന്ധുക്കൾക്കുമൊക്കെ വോട്ട് ഉണ്ട് എന്ന് ഉറപ്പാക്കാൻ, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട് എന്ന് ഉറപ്പാക്കാൻ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ BLO ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ടാകും. അവരെ കണ്ട് നമ്മുടെ പേരും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കാൻ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് കുറച്ചു കഴിയുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ പൗരത്വത്തിന് നേരെ വരെ വിരൽ ചൂണ്ടാവുന്ന വലിയ ഒരു വിഷമാണ് അല്ലെങ്കിൽ മൂർച്ചയുള്ള ആയുധമാണ്
അവർ എടുത്തുകൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് ബോധപൂർവം നമ്മൾ ജാഗ്രത പാലിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. എല്ലാ ഫിത്നകളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ നാടിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആരോഗ്യവും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ച റബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.